ഗുഡ് ഡേ ഓൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു എന്താണ് മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ്. നമ്മൾ ഇപ്പം ഇന്നത്തെ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലംസ് ആണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്റ്റിമേറ്റ് ദ പാരാമീറ്റേഴ്സ് മ്യൂ ആൻഡ് സിഗ്മ സ്ക്വയർ ഓഫ് എ നോർമൽ പോപ്പുലേഷൻ ബൈ ദ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ്. അതായത് മ്യൂവിൻ്റെ സിഗ്മ സ്ക്വയറിൻ്റെ എന്ത് കണ്ടുപിടിക്കുക, എക്സ്റ്റിമേറ്റ് കണ്ടുപിടിക്കുക മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് വെച്ച്. മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് വെച്ച് മ്യൂവിൻ്റെയും സിഗ്മ സ്ക്വയറിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, മെത്തേഡ് ഓഫ് എക്സ്റ്റിമേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം തന്നിട്ടുണ്ട്. എക്സ് ഫോളോ ചെയ്യുന്നത് എന്താണ്, നോർമൽ മ്യൂ സിഗ്മ സ്ക്വയർ ആണ്. മ്യൂവിൻ്റെയും സിഗ്മ സ്ക്വയറിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, എക്സ്റ്റിമേറ്റ് കണ്ടുപിടിക്കണം ബൈ ദ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് വെച്ച്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എന്താണ് മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ്. അതായത് കെ പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ മൊമെൻറ്റ്സ് വെച്ച് എക്സ്റ്റിമേറ്റ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ എന്താണ്, മ്യൂ ഐ ഡാഷ് ഈസ് ഈക്വൽ ടു എം ഐ ഡാഷുമായിട്ട് എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, മ്യൂ ഐ ഡാഷ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ റോ മൊമെൻറ്റും എം ഐ ഡാഷ് എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ ith റോ മൊമെൻറ്റാണ്. ഓക്കെ, മ്യൂ ഐ ഡാഷ് എന്ന് പറയുന്നത് ith പോപ്പുലേഷൻ റോ മൊമെൻറ്റും എം ഐ ഡാഷ് ith സാമ്പിൾ റോ മൊമെൻറ്റ്സ് ആണ്. അപ്പം ഇവിടെ നമ്മൾ നോർമൽ മ്യൂ സിഗ്മ സ്ക്വയർ ആണ്. അത് 2 പാരാമീറ്റേഴ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, മ്യൂ 1 ഡാഷ് ഈസ് ഈക്വൽ ടു M1 ഡാഷും മ്യൂ 2 ഡാഷ് ഈസ് ഈക്വൽ ടു എന്താണ്, M2 ഡാഷുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, M1 ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, സാമ്പിൾ മൊമെൻ്റ് ആണ്. M1 ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, സമ്മേഷൻ xi ബൈ n. അടുത്തത് M2 ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, സമ്മേഷൻ xi സ്ക്വയർ ബൈ n. അപ്പം M1 ഡാഷും M2 ഡാഷ് എന്ന് പറയുന്നത് M1 ഡാഷ് എന്ന് പറയുന്നത് M2 ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റും ആൻഡ് സെക്കൻഡ് മൊമെൻറ്റ്സ് ഓഫ് ദി സാമ്പിൾ ആണ്. അടുത്ത് വേണ്ടത് എന്താണ്, മ്യൂ 1 ഡാഷ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് നമുക്കറിയാം. എക്സ് ഫോളോ ചെയ്യുന്ന നോർമൽ മ്യൂ സിഗ്മ സ്ക്വയർ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്താണ്, മ്യൂ ആണ്. അതുപോലെ തന്നെ മ്യൂ 2 ഡാഷ് ഉണ്ടിട്ടുണ്ട്. മ്യൂ 2 ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം, വേരിയൻസ് ഓഫ് എക്സ് വെച്ച് കണ്ടുപിടിക്കാം. നമുക്കറിയാം വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. വേരിയൻസ് ഓഫ് എക്സ് അറിയാം. എക്സ് ഫോളോ ചെയ്യുന്നത് നോർമൽ മ്യൂ സിഗ്മ സ്ക്വയർ ആണ്. വേരിയൻസ് നമുക്ക് അറിയാം, സിഗ്മ സ്ക്വയർ ആണെന്ന് അറിയാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്താണ്, മീൻ്റെ സ്ക്വയർ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ത് കിട്ടി, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മ്യൂ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ, മ്യൂ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ. അപ്പം നമുക്ക് എന്താണ് കണ്ടുപിടിക്കണം, എക്സ്റ്റിമേറ്റ് കണ്ടുപിടിക്കണം. നമുക്കറിയാം മ്യൂ 1 ഡാഷ് ഈസ് ഈക്വൽ ടു M1 ഡാഷ്. ഇവിടെ മ്യൂ 1 ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, മ്യൂ ഈസ് ഈക്വൽ ടു M1 ഡാഷ് എന്താണ്, സമ്മേഷൻ xi ബൈ n. അതായത് സമ്മേഷൻ xi ബൈ n അതായത് എന്താണ്, എക്സ് ബാർ ആണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് കിട്ടി എന്ത്, മ്യൂവിൻ്റെ എക്സ്റ്റിമേറ്റ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ബാർ എന്ന് കിട്ടി. ഇനി അടുത്ത് എന്താണ്, മ്യൂ 2 ഡാഷ് ഈസ് ഈക്വൽ ടു M2 ഡാഷ്. മ്യൂ 2 ഡാഷ് തന്നിട്ടുണ്ട്, എന്ത്, മ്യൂ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, സമ്മേഷൻ xi സ്ക്വയർ ബൈ n. നമുക്ക് എന്താക്കണം, ഇൻ ടേംസ് ഓഫ് സിഗ്മ സ്ക്വയർ ആക്കണം അല്ലേ. ഇൻ ടേംസ് ഓഫ് സിഗ്മ സ്ക്വയർ ആകുമ്പം സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ xi സ്ക്വയർ ബൈ എന്താണ്, അങ്ങോട്ട് മ്യൂ സ്ക്വയർ. ഇക്വേഷൻ ഇത് നമുക്ക് ഇക്വേഷൻ 1 കൊടുക്കാം. ഓക്കെ, അപ്പം ഈസ് ഈക്വൽ ടു എഴുതാം, സമ്മേഷൻ xi സ്ക്വയർ ബൈ n മൈനസ് മ്യൂവിൻ്റെ എക്സ്റ്റിമേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, എന്താണ്, എക്സ് ബാർ കണ്ടുപിടിച്ചു. അപ്പം നമുക്ക് എഴുതാം, മ്യൂ സ്ക്വയർ ആകുമ്പോൾ എക്സ് ബാർ സ്ക്വയർ. അപ്പം എന്ത് കിട്ടി, സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, ഇങ്ങോട്ട് എഴുതുവാണ്, സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു sigma square is equal to
സമ്മേഷൻ xi സ്ക്വയർ ബൈ n മൈനസ് മ്യൂ സ്ക്വയർ ആയത് മ്യൂ സ്ക്വയറിൻ്റെ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സിൻ്റെ എക്സ്റ്റിമേറ്റ് നമ്മൾ കണ്ടുപിടിച്ച് എക്സ് ബാർ അതാണ് ഇവിടെ ഇക്വേറ്റ് ചെയ്ത് എക്സ് ബാർ സ്ക്വയർ എന്ന് കിട്ടി. അപ്പം ഈ രീതിയിലാണ് മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് എക്സ്റ്റിമേറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മ്യൂവിൻ്റെത് എക്സ് ബാർ സിഗ്മ സ്ക്വയറിൻ്റെ എന്താണ് സമ്മേഷൻ xi സ്ക്വയർ മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് എസ് സ്ക്വയർ ആണ് കേട്ടോ, എസ് സ്ക്വയർ ആണ്. അപ്പം ഈ രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒബ്റ്റെയിൻ ആൻ എസ്റ്റിമേറ്റ് ഓഫ് പി ദ പാരാമീറ്റർ ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ബൈ ദ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ്. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പം പിയുടെ എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പം തന്നിട്ടുണ്ട് എക്സ് ഫോളോ ചെയ്യുന്നത് എന്താണ് ബൈനോമിയൽ എൻ കോമ പി ആണ്. ബൈനോമിയൽ എൻ കോമ പി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിയുടെ എന്താണ് എസ്റ്റിമേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ബൈ ദ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് എന്താണ് മ്യൂ വൺ ഡാഷ് മ്യൂ ഐ ഡാഷ് ഇസിക്വൽ ടു എം ഐ ഡാഷ് മ്യൂ ഐ ഡാഷ് ഇസിക്വൽ ടു എം ഐ ഡാഷ് മ്യൂ ഐ ഡാഷ് ഇസിക്വൽ ടു എം ഐ ഡാഷ്. അതായത് ഒരു പാരാമീറ്ററേ ഉള്ളൂ. മ്യൂ വൺ ഡാഷ് ഇസിക്വൽ ടു എം ടു ഡാഷ് സോറി എം വൺ ഡാഷ് എം വൺ ഡാഷ് എം വൺ ഡാഷ് എം വൺ ഡാഷ് നമുക്കറിയാം സാമ്പിൾ മൊമെൻറ്റ് ഇതാണ് സമ്മേഷൻ xi ബൈ n. അതുപോലെ തന്നെ മ്യൂ വൺ ഡാഷ് നമുക്കറിയാം അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് മ്യൂ വൺ ഡാഷ് എന്താണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്താണ് n ഇൻറ്റു പി. നമുക്ക് രണ്ടും കിട്ടി. മ്യൂ വൺ ഡാഷ് എന്ത് ഇക്വേറ്റ് ചെയ്യുക എൻ പി ഈസ് ഇക്വൽ ടു എം വൺ ഡാഷ് എന്നുള്ളത് സമ്മേഷൻ xi ബൈ n അതായത് എക്സ് ബാറിന് കൊടുക്കുന്നു. അപ്പം പി നമുക്ക് എന്ത് കിട്ടി എക്സ് ബാർ ബൈ n. അപ്പം ഈ രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. അത് ബൈനോമിയൽ ആയാലും പോയിസോൺ ആയാലും എല്ലാം ഈ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ചില കേസിൽ ഫസ്റ്റ് റോ മൊമെൻറ്റ്സ് ഒക്കെ സീറോ ആയിപ്പോവും. അതായത് മ്യൂ വൺ ഡാഷ് ഒക്കെ ചില കേസിൽ സീറോ. അപ്പോൾ നമ്മൾ മ്യൂ ടു ഡാഷ് വെച്ച് കണ്ടുപിടിക്കുക. നമുക്ക് ഏത് പാരാമീറ്ററാണ് കണ്ടുപിടിക്കുന്നത് ആ ടേംസ് നമ്മൾ എന്ത് ചെയ്യുക ആക്കും. ചിലപ്പോൾ ഫസ്റ്റ് റോ മൊമെൻറ്റിൽ ഫസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സെക്കൻഡ് എടുത്ത് ചെയ്യണം. പിന്നെ ചില ക്വസ്റ്റ്യൻസിലൊക്കെ PDF തരും. PDF ഒക്കെ തന്നിട്ട് അതിൻ്റെ മൊമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം മ്യൂ വൺ ഡാഷ് ഒക്കെ എം വൺ ഡാഷ്. അപ്പം ഇതിൻ്റെയൊക്കെ ഈ എക്സ് കോമ ബൈനോമിലിൻ്റെ പോയിസോൺ നോർമലിൻ്റെ ഒക്കെ നമുക്ക് എന്താ അറിയാം മീനും ഒക്കെ അറിയാം. ചില PDF നമുക്ക് എന്തുണ്ട് അറിയത്തില്ല, മീനൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കുക സാധാ ഇക്വേഷൻ വെച്ച്. അത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസിക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ആ രീതിയിൽ എന്ത് ചെയ്യണം കണ്ടുപിടിച്ച് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ.